എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഒരു വീഡിയോ റിലീസ് ചെയ്തിരുന്നു. അത് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ആണ്. അത് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. അത് വേറൊരു മാവിലാണ് ചെയ്ത്, ഇത് ഇന്നും വേറൊരു മാവിലാണ് ചെയ്യുന്നത്. രണ്ടും മൂവാണ്ടമാവാണ്. 3 മൂവാണ്ടമാവുണ്ട് ഇവിടെ ഫാമിൽ. അതിൽ ഒന്നിൽ ഇന്നലെ ചെയ്തു, മറ്റൊന്നിൽ ഇന്ന് ചെയ്യുന്നു. അപ്പോൾ അത് 4 വെറൈറ്റി പ്രിയോര്, മൽഗോവ, സിന്ദൂരം, നീലൻ 4 വെറൈറ്റിയുടെ കൊമ്പുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ 4 വെറൈറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഇനി 2 വെറൈറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ നല്ല 4 വെറൈറ്റിയാണ് ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിന് ചെയ്യുന്നത് ഒരല്പം തൊലി ആഴത്തിലല്ല, സൂപ്പർഫിഷ്യലായിട്ട് മാത്രം, ബാഹ്യമായിട്ട് മാത്രം. കാതലിൽ തട്ടാൻ പാടില്ല. കാതൽ ടച്ച് ചെയ്യാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 1/2 ഇഞ്ചിനേക്കാൾ കൂടുതൽ കനം ഇപ്പോൾ തൊലിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 35 to 40 years ആയ മാവാണിത്. നല്ല വണ്ണമുണ്ട്. അപ്പോൾ അത് പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം. ആദ്യം കുറച്ച് തൊലി, ഒരു ചെറിയൊരു ഏരിയയിൽ നിന്ന് കുറച്ച് തൊലി മാറ്റി, വളരെ കനം കുറഞ്ഞ് ചെത്തി മാറ്റി, അടിയിലേക്ക് ചെല്ലുമ്പോൾ സ്ലാൻഡിങ് ചെയ്തിട്ട് ചെരിച്ചിട്ട് കുറച്ചും കൂടി ആഴത്തിൽ തൊലി മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ 4 സ്ലോട്ട് ഉണ്ടാക്കുകയാണ്. അത് ഉളി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 2 തരം ഉളിയുണ്ട്. നേരത്തെ ഞാൻ ഉപയോഗിച്ച് വീതിയുള്ള ഉളിയാണ്. ഇത് വീതി കുറഞ്ഞ ഉളിയാണ്. വീതി കുറഞ്ഞ ഉളി വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് താഴോട്ട് ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ചാല് പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പ്ലിറ്റ് പോലെ, സ്പ്ലിറ്റല്ല, ഒരു ചാല്, ഒരു ചെറിയൊരു ഗ്രൂവ് ഉണ്ടാക്കുകയാണ് അവിടെ. ആ ഗ്രൂവിലാണ് നമ്മൾ സയോണുകൾ സൈഡൊക്കെ ചെത്തി ഇറക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇപ്പം നമ്മളൊരു 4 ഗ്രൂവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സയോൺ ഇറക്കി വയ്ക്കാനുള്ള ഗ്രൂവാണ് ഉണ്ടാക്കുന്നത്. അതിന് ചെറിയ വീതി കുറഞ്ഞ ഉളിയും ചിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഓരോ വെറൈറ്റി വയ്ക്കാൻ ഓരോ ഗ്രൂവ് ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെയും ഡെപ്ത്ത് ഏകദേശം 1 സെൻറ്റിമീറ്റർ വരുള്ളൂ മാക്സിമം. 1 സെൻറ്റിമീറ്റർ ഡെപ്ത്ത്, 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, അങ്ങനെയാണ് ഗ്രൂവ് ഉണ്ടാക്കുന്നത്. ഗ്രൂ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി 4ാമത്തെ ഗ്രൂവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാലാമത്തെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞാൻ അടർത്തിയെടുത്ത പീസാണ് ഇപ്പം നിങ്ങളെ കാണിച്ചത്. ആ ഗ്രൂവ് ഉണ്ടാക്കാൻ വേണ്ടി ഉളി ഉപയോഗിച്ച് അവിടെ നിന്നൊരു പീസ് മാവിൻ്റെ തൊലി അടർത്തി എടുത്തു ഉളി ഉപയോഗിച്ചിട്ട്. അതാണ് കാണിച്ചത്. ആ ഗ്രൂസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനി അവിടെ ചെറിയ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഉളി ഉപയോഗിച്ച് സ്ക്രൈപ്പ് ചെയ്ത് കളയണം.
എന്നിട്ട് ആ ഗ്രൂസ് നല്ല നീറ്റാക്കി വയ്ക്കുകയാണ്. അതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ 2 സൈഡ് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ശരിയാക്കി വെക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ട് മാവിൻ്റെ സിയോണുകൾ വെച്ച് ഉറപ്പിക്കാം, അവിടെ ഫിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് പ്രിയോർ മാവിൻ്റെ സിയോണാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൈ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കത്തിയുടെ ആവശ്യം വന്നു ചെത്താനായിട്ട്. അപ്പോൾ കത്തി ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തു. അതിനുപയോഗിക്കുന്ന സർജിക്കൽ സ്പിരിറ്റാണ്. ഇനി ആ സിയോണിൻ്റെ ഒരു സൈഡ് നല്ലപോലെ ചെത്തുകയാണ്. മറ്റ് 2 സൈഡ് ചെറുതായിട്ട് ചെത്തി ആ സ്ലോട്ടിൽ കറക്റ്റ് ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിൽ ചെത്തി എടുക്കുകയാണ്. അത് നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി അത് വീഴില്ല താഴേക്ക്. നമ്മൾ വിട്ടാലും വീഴില്ല, കാരണം ടൈറ്റാണ്. ഇനി രണ്ടാമത്തെ വെറൈറ്റി എടുത്തു. അതിൻ്റെ ഒരു സൈഡ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെത്തി നിങ്ങൾക്ക് കാണാം. ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിൽ ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളത് അങ്ങോട്ട് വയ്ക്കുമ്പോൾ ആ സ്ലോട്ടിൻ്റെ ഉള്ളിലും കുറച്ച് മേലോട്ടും മദർ ട്രീയുടെ കാമ്പിയൻ ലെയറിന് ഇതുമായിട്ട് കോണ്ടാക്റ്റ് കിട്ടും. വലിയ മാവിൻ്റെ കാമ്പിയം ലെയറും നമ്മൾ വയ്ക്കുന്ന സിയോണിൻ്റെ കാമ്പിയുമായിട്ട് നല്ല കോണ്ടാക്റ്റ് കിട്ടും. അതിനു വേണ്ടിയാണ് കുറച്ച് നീട്ടി ചെത്തുന്നുണ്ടത്. സ്ലോട്ട് ഏകദേശം നമ്മളുണ്ടാക്കിയ സ്ലോട്ട് അല്ലെങ്കിൽ ഗ്രൂവ് ഏകദേശം ഒരു 1-1.5 ഇഞ്ച് നീളത്തിലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കഴിച്ച് കുറച്ചും കൂടി ഏകദേശം 1 ഇഞ്ച് കൂടി നീളത്തിൽ ഞാൻ ചെത്തുന്നുണ്ട്. കാരണം മേലോട്ടും നമ്മളെ മദർ ട്രീയുടെ കാമ്പിയൻ ലെയറുമായിട്ട് കുറച്ച് കൂടുതൽ കോണ്ടാക്റ്റ് കിട്ടിക്കോട്ടെ സിയോണിന് എന്ന് വിചാരിച്ചാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെയും നമ്മൾ ഫിറ്റ് ചെയ്തു. അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അത് വീഴൊന്നുമില്ല, നല്ല ടൈറ്റാണ്. അത് സിന്ദൂരം മാവിൻ്റെയാണ്. സിന്ദൂരാണത്. ആദ്യം വെച്ചത് പ്രിയോരാണ്, ഇപ്പോൾ വെച്ചത് സിന്ദൂരാണ്. ഇനി നമ്മൾ എടുക്കുന്നത് മൂന്നാമത്തെ ഇത് ഇന്നലെ എനിക്ക് കിട്ടിയ എൻ്റെ സുഹൃത്തിൻ്റെ ഇന്ന് കിട്ടിയ മയിൽപീലിയൻ മാവ് എന്ന് പറഞ്ഞു. ഒരു ഏകദേശം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാവാണത്. വളരെ നല്ല രുചികരമായിട്ടുള്ള മാങ്ങ കിട്ടുന്ന ഒരു മാവാണ് അത്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഒരു മാവ് ഉണ്ടായിരുന്നു. വളരെ വലിയ മാവായിരുന്നു. 1000കണക്കിന് മാങ്ങ ഉണ്ടായിക്കൊണ്ടിരുന്ന മാവാണ് അത്. കാലക്രമത്തിൽ വിറകിൻ്റെ ആവശ്യത്തിന് വേണ്ടി വെട്ടിപ്പോയി. അതുകൊണ്ട് അതില്ല ഇപ്പോൾ ഇവിടെ അടുത്ത പ്രദേശത്തൊന്നുമില്ല. പിന്നെ ഞാൻ അന്വേഷിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്. അതാണ് മൂന്നാമതായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്.
മയിൽപീലിയൻ മാങ്ങ എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റ് പല നാടുകളിലും മറ്റ് പേരിലായിരിക്കും അറിയപ്പെടുന്നത്. നല്ല രുചികരമായിട്ടുള്ള, നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മണം വരുന്ന, നല്ല ഫ്ലേവറുള്ള നല്ലൊരു മാങ്ങയാണത്. അത് കഴിച്ചിട്ട് ഇപ്പോൾ കഴിച്ച ഓർമ്മ തന്നെ ഇല്ല. ചെറുതായിട്ട് പണ്ട് കഴിച്ചൊരു ഓർമ്മ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രുചി ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു സൈഡ് ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിൽ ചെത്തി കണ്ട അത് നിങ്ങൾക്ക് കാണാം. 2 ഇഞ്ച് കൂടുതൽ ചെത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ആ ഗ്രൂവിലേക്ക് ഇറങ്ങിപ്പോവുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കാമ്പിയം ലെയറുമായിട്ട് ടച്ച് ചെയ്തോളും. അതും കൂടെ കണക്കാക്കിയിട്ടാണ് അവിടെയും കുറച്ച് കാമ്പിയം ലെയർ നമ്മൾ ആ പുറത്തെ ഫംഗസൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ എഡ്ജൊന്ന് ശരിയാക്കാനുണ്ട്. എഡ്ജൊന്ന് ശരിയാക്കി അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. നല്ലോണം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് മൽഗോവയാണ്. അപ്പം മൽഗോവ, പ്രിയോര്, സിന്ദൂരം, മയിൽപീലിയൻ, അങ്ങനെ 4 എണ്ണമാണ്. 4 വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് ഈ മാവിൽ ചെയ്യുന്നത്. അപ്പം അതിന് സ്യൂട്ടബിളായിട്ടുള്ള ആ ഗ്രൂവിലേക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സിയോൺ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അത് ഒന്ന് ചെത്തി അതിൻ്റെ ഒരു സൈഡൊന്ന് ചെത്തി ക്ലിയർ ചെയ്തിട്ട് അതിലിറക്കി ആ ഗ്രൂവിൽ ഇറക്കി വയ്ക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ ഉപകാരപ്രദമായ വിജ്ഞാനപ്രദമായ നല്ല വീഡിയോകൾ ഒരുപാട് എൻ്റെ ചാനലിലുണ്ട്. 10-40 മേലെ ഉണ്ട്. അഗ്രികൾച്ചർ റിലേറ്റഡാണ് ഭൂരിഭാഗവും. പിന്നെ കുറച്ച് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഷോർട്സ് ഒരുപാട് സബ്ജക്റ്റ് കവർ ചെയ്യുന്നതാണ്. ജനറലാണ്, ഒരുപാട് ഷോർട്സ് ഉണ്ട്. പിന്നെ മറ്റൊരു ചാനലുണ്ട് എനിക്ക്. ആ ചാനലിൻ്റെ പേര് @കർഷകൻ1. അതിൽ പോയാൽ അവിടെയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ, അഗ്രികൾച്ചർ റിലേറ്റഡ്. കുറേ ഷോർട്സും ഇട്ടിട്ടുണ്ട് ജനറലായിട്ടുള്ളത്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയാൽ കാണാം. അതിലും കാണാം ഇതിലും കാണാം. 2 ചാനലിലും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു 40 മേലെ ഉണ്ട് വീഡിയോസ്. അത് ചിലതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഷോർട്സ് കുറേ ലൈവ് ചെയ്തിട്ടുണ്ട് ഞാൻ. 2 ചാനലിൽ ലൈവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിൻ്റെ പല ഭാഗത്തെ പലതരം ചെടികളെ പറ്റി ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ ലൈവ് ഉണ്ട്, അത് കാണാം. ഇപ്പം നമ്മുടെ പ്രോസസ്സ് അതിൻ്റെ ഫിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി അത് ഇളകി പോവാതിരിക്കാൻ നല്ല സ്ട്രോങ് ആയിട്ട് 2 ചരട് വെച്ച് കെട്ടുകയാണ്. പ്രത്യേകിച്ച് ആ കാമ്പിയം ലെയറുകൾ ടച്ച് ചെയ്യേണ്ട ഭാഗത്ത് നല്ല പോലെ ടൈറ്റ് ചെയ്ത് 2 ചരട് വെച്ച് കെട്ടുകയാണ്. അതിന് ഇളകി പോകാൻ പാടില്ല. നല്ല ടൈറ്റായിട്ടിരിക്കണം. മാക്സിമം വലിച്ച് തന്നെയാണ്, മുറുക്കി തന്നെയാണ് കെട്ടുന്നത്. അടുത്ത സ്റ്റെപ്പ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. ഏകദേശം എയർ ടൈറ്റ് എന്ന് പറഞ്ഞ പോലെ കവർ ചെയ്യണം. അതിലേക്ക് ഒരു കാരണവശാലും ഇപ്പം നല്ല മഴക്കാലമാണ്, മഴവെള്ളം ഉള്ളിലേക്ക് കയറിപ്പോകാൻ പാടില്ല. മഴവെള്ളം കയറിപ്പോയാൽ അതിൽ ഫംഗസ് കയറി നാശമാവും.
പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് നല്ല ക്ലീനായിട്ടുള്ള പോളിത്തീൻ ബാഗാണ്. അത് സിംഗിൾ ലെയറായിട്ട് ഞാൻ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുത്താണ്. ഒരു ബാഗ് കട്ട് ചെയ്ത് എടുത്ത ഒരു ലെയറാണത്. അതിന് 2 പീസാക്കി, ഒന്ന് ഇവിടെ ഫിക്സ് ചെയ്യുന്നു, ഒന്ന് ഞാൻ അതിനേക്കാൾ അല്പം മുകളിലിട്ടിട്ട് ഫിക്സ് ചെയ്യും. അങ്ങനെ 2 എണ്ണമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സെലോഫിൻ പേപ്പർ വേറെയും വയ്ക്കുന്നുണ്ട്. അത് കവർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണത്, കംപ്ലീറ്റായിട്ട് കവർ ചെയ്യണത്. വേറെ രീതിയിൽ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റു ചിലർ. നമ്മൾ ആ സിയോണിനെ മാത്രം സെപ്പറേറ്റ് 4 സിയോണിന് സെപ്പറേറ്റ് ഓരോ ചെറിയ കവർ ഇട്ടിട്ട് അത് കവർ ചെയ്യുക. എന്നിട്ട് മൊത്തത്തിൽ അതിൻ്റെ കോണ്ടാക്റ്റ് ഏരിയ മുഴുവനും വേറെ ഷീറ്റ് വെച്ച് അല്ലെങ്കിൽ ടേപ്പ് വെച്ച് ചുറ്റി ഫുൾ റൗണ്ട് ചുറ്റി അതും കവർ ചെയ്യുക. അങ്ങനെയും ചെയ്യാം. പലരും പല രീതിയാണ് ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന രീതി ഇതാണ്. കംപ്ലീറ്റായിട്ട് അത് കവർ ചെയ്യാണ്. വലിയ ഷീറ്റുകൾ സെല്ലോഫിൻ അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റുകൾ വെച്ച് കവർ ചെയ്യാണ് ഫുള്ളായിട്ട്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ആ സിയോൺ ഇരിക്കുന്ന പൊസിഷൻ മാറിപ്പോകാൻ പാടില്ല, അത് ഇളകാൻ പാടില്ല, അതുമ്മ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ മാറിപ്പോകും. പൊസിഷൻ കാമ്പിയൻ ലെയേഴ്സ് കറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. ആ പൊസിഷൻ മാറാതെ ഇതൊക്കെ ചെയ്യണം കവറിങ്. അതിൻ്റെ 2ാമത്തെ പീസ് വെച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് കവറാവും. ആദ്യം അടിഭാഗം കവർ ചെയ്തു, ഇനി മേൽഭാഗം കവർ ചെയ്യാൻ പോവാണ്. അത് പിടിക്കാനൊന്നും അവിടെ ആളില്ല, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ടഫാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് അല്പം ടഫാണ്. മാവിനെ ഫുൾ റൗണ്ട് 2 കൈ അതിന് മാവിനെ ചുറ്റി 2 കൈ ഇട്ടിട്ട് ചരടുകൾ അപ്പുറത്ത് കൂടെ വലിച്ചെടുക്കണം പുറത്തു കൂടെ, എന്നാലേ നമുക്ക് ചുറ്റി കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ തന്നെ ചെയ്തുമല്ല. ഇനി ഒരു സെല്ലോഫിൻ പേപ്പറും കൂടെ അവിടെ വയ്ക്കുന്നുണ്ട്. കാരണം അവിടെ ചെറിയൊരു ഓട്ട കണ്ടു ഞാൻ. പോളിത്തീൻ ബാഗിൽ ഒരു ചെറിയ ഒരു ഫിംഗർ കിടക്കാതെ ഒരു ഹോൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ആ ഭാഗം ഒന്ന് പ്രത്യേകമായിട്ട് കവർ ചെയ്യാണ് ഒരു സെല്ലോഫിൻ പേപ്പർ വെച്ചിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു സെല്ലോഫിൻ പേപ്പർ വെച്ച് ആ ഭാഗം ഇത് വെച്ച് കെട്ടുകയാണ്. ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണ്ടത്, നമ്മൾ വെച്ചിട്ടുള്ള 4 സിയോണുകൾ ടച്ച് ചെയ്യാൻ പാടില്ല, അതുമ്പോൾ പ്രഷർ വരാൻ പാടില്ല, അതിൻ്റെ പൊസിഷൻ മാറാൻ പാടില്ല. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഒരു മാവിൽ ചെയ്തു, ഇന്നത് 2ാമത്തെ മാവിൽ ചെയ്തു. സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. സക്സസ് ആവുകയാണെങ്കിൽ 100% ഞാൻ ഒരു വീഡിയോ ഇട്ട് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ കവർ അഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുക്കും. സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കാം. സക്സസ് അല്ലെങ്കിൽ പിന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിവേ അത് ഞാൻ അഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കും. ഒന്നുകിൽ വീഡിയോ എടുക്കും അല്ലെങ്കിൽ ലൈവ് ചെയ്യും. അപ്പം നോക്കാം, നമുക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്, അതിൻ്റെ ഉള്ളിലെ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അത് വലിയൊരു മോട്ടിവേഷനാണ് എനിക്ക്. ഞാൻ ഇനിയും ഒരുപാട് അഗ്രികൾച്ചർ റിലേറ്റഡ് വീഡിയോസ് ഇടാൻ പോകുന്നുണ്ട്, ജനറലായിട്ടുള്ള ഷോർട്സ് ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഒരിക്കൽ കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഏകദേശം 21-22 മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ്. ചെയ്തു വന്നപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ് ഉണ്ട്. ആ 50 മിനിറ്റിൽ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് 22 മിനിറ്റ് ആക്കി കുറച്ചത്. അനാവശ്യമായിട്ടുള്ള കുറേ ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞു. അത് വെട്ടിക്കളഞ്ഞ് 22 മിനിറ്റ് ആക്കിയിട്ടാണ് ഇപ്പം ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോണത്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ റിപ്ലൈ ചെയ്യാം. ഇപ്പോൾ കെട്ടൊക്കെ ഏകദേശം പൂർണ്ണമായി. നമ്മുടെ പ്രോസസ് ഈസ് ഗോയിങ് ടു ബി കംപ്ലീറ്റഡ്. കുറച്ച് നല്ല എഫർട്ട് എടുത്താൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലോങ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.